ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്നിപ്പോൾ ഏതൊക്കെ രൂപത്തിൽ മാറ്റങ്ങൾ വന്നു? ഓരോ ദിവസവും ആ മാറ്റങ്ങൾ നമ്മൾ കാണുകയാണ്. ഇന്ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് മുമ്പ് രാഷ്ട്രപതിയുടെ വരവ് ഏത് രൂപത്തിലായിരുന്നു രാഷ്ട്രപതിയെ സ്വീകരിച്ചത് എന്നെല്ലാം നമ്മൾ കണ്ടതാണ്. അവിടെ ജയ് ശ്രീറാം വിളി മുഴങ്ങുന്നുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന പ്രതികരണത്തിന് ശേഷം ജയറാം എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ മാറ്റങ്ങളാണ്. ഇനി ഓരോ ദിവസവും പുതിയ പുതിയ മാറ്റങ്ങൾ നമുക്ക് കാണാം. ആ മാറ്റത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം ആവർത്തിച്ചുയരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അത് മുഖ്യമന്ത്രി ആവർത്തിച്ചെന്ന് സഭയിൽ ചോദിച്ചിരിക്കുന്നു. ഇവിടെ പ്രതിപക്ഷം ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ മാത്രം വിമർശിക്കുന്ന പ്രതിപക്ഷമായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, മാറ്റങ്ങൾ എന്നല്ല പറയേണ്ടത്, നമ്മൾ പുരാണകാലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിനു മുമ്പായിട്ട് ഞാൻ CPM-ന്റെ MLA പ്രേംകുമാർ ഇവിടെ പ്രതിപക്ഷം എന്തുകൊണ്ട് പ്രേംകുമാർ പ്രതിപക്ഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ നടത്താൻ പോകുന്ന സമരത്തിൽ പങ്കാളികളാവാതിരിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ഒരു അതൃപ്തി പ്രകടിപ്പിച്ചു കണ്ടു. ഇതുതന്നെയാണ് ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞത്. അതായത്, നിങ്ങളാരും ഞങ്ങളെ വിമർശിക്കണ്ട, നല്ല നല്ല ആശയങ്ങൾ വരട്ടെ, വിമർശനം ഇനി സമ്മതിച്ചു തരില്ല എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്ന് അതിനുശേഷം അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉണ്ടായത്. ഇത് രണ്ടും ഏതാണ്ട് ഒരേ സ്ട്രീമിലുള്ള ഒരേ ധാരയിലുള്ള ചിന്തകളാണ്. അതായത് പ്രതിപക്ഷമാവട്ടെ എതിർക്കുന്നവരാകട്ടെ അവരാരും എതിർപ്പിൻ്റെ ശബ്ദങ്ങൾ ഇനി ഉയർത്താൻ പാടില്ല. അവർ സർക്കാരുകളെ അംഗീകരിച്ചുകൊണ്ടല്ലേ, സർക്കാരുകളെ പിന്താങ്ങിക്കൊണ്ടേ ഇരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ, അതാണ് പാർലമെൻറ്റിൽ ഒരു ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പോലെ അംഗങ്ങളെ ചെറിയ കാരണങ്ങളുടെ പേരിൽ, നിസ്സാര കാരണങ്ങളുടെ പേരിൽ സഭയിൽ നിന്ന് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക. പണ്ടൊക്കെ സസ്പെൻഷൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ ആ ദിവസത്തേക്കാണ്, അല്ലെങ്കിൽ ആ ഒരാഴ്ചത്തേക്കാണ്. ഇതങ്ങനെയല്ല. ആ സമ്മേളനകാലം മുഴുവൻ, കഴിഞ്ഞ തവണയുണ്ടായ സമ്മേളനകാലമല്ല, ഏതാണ്ട് സഭയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കുന്ന തരത്തിലുള്ള പുറത്താക്കലുകളുണ്ടാകുന്നു. അപ്പോൾ എതിർപ്പിൻ്റെയോ അല്ലെ വിമത സ്വരങ്ങളോ ഒന്നും കേൾക്കാൻ സംസ്ഥാനത്തെ സർക്കാരും കേന്ദ്ര സർക്കാരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ ഇവിടെ കാണേണ്ടത്. ഇവിടെ ശ്രീ പ്രേംകുമാർ പറഞ്ഞത് കേന്ദ്രത്തിനെതിരായിട്ടെന്തോ സമരം നടത്താൻ പോകുന്നു, ഫെഡറലിസത്തെ സംരക്ഷിക്കുന്നതിന് സമരം നടത്താൻ പോകുന്നു. സമരമെന്നൊക്കെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞിരുന്നു കേട്ടോ, ഞാനതിനെ എതിർക്കുന്നില്ല. പിന്നീട് കേട്ടത്, നമ്മൾ അറിഞ്ഞത് അതൊരു ഒരു സമരമല്ല. അത് കേരള ഹൗസിൽ നിന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് നമുക്ക് 1.5-2 കോടി രൂപയുടെ ബസ് കൊണ്ടുപോകാൻ മേലാത്തത് കൊണ്ട് ഇന്നോവ കാറുകളിലായിരിക്കാം എല്ലാവരും കൂടി അങ്ങോട്ട് പോകുന്നു. ജനറൽ മന്ദിരം ഒരു മീറ്റിംഗ് കൂടുന്നു, സമ്മേളനം കൂടുന്നു. മറ്റ് സംസ്ഥാനത്തു നിന്നുള്ള പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരൊക്കെ വന്നൊരു സമ്മേളനം കൂടി നമ്മൾ ഫെഡറലിസത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കാൻ പോകുന്നു. സമരമില്ല. സമരമുണ്ടെന്ന് പറയുന്നത് ഗോവിന്ദൻ മാഷ അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നടപടിയെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച് അത് സമരമാണോ അതോ പ്രതിഷേധ പ്രകടനമാണോ അതോ അതൊരു അഭ്യർത്ഥനയാണോ എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ സ്മൃതി പറഞ്ഞ ഒരു കാര്യം, ചില കാര്യങ്ങൾ മാറുന്നു. പണ്ട് തന്നെ ഇതുപോലെയുള്ള ആർഭാടമോത്തോടെയുള്ള ഒരു വരവ് രാഷ്ട്രപതിയുടെ ഒരു സെറിമോണിയലാണ്. ഒരു പരേഡായിട്ടാണ്. ചിലപ്പോൾ കുതിരയെ കെട്ടിയ വണ്ടിയിലാണ് വരിക, ചിലപ്പോൾ ഇന്ന് നമ്മൾ കണ്ടതുപോലുള്ള വാഹനത്തിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും അത്ഭുതകരമായ കാര്യം ഒരു ചെങ്കോൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ്. ആ ചെങ്കോലിന് ചരിത്രപരമായി യാതൊരു അടിസ്ഥാനവുമില്ല. ഇത് ചരിത്രം തമിഴ്നാട്ടിൽ ചില കഥകളൊക്കെ പറഞ്ഞെങ്കിൽ ആ കഥകളൊന്നും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ പ്രേംകുമാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുക. ഇത് അധികാരത്തിൻ്റെ ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടയാളമാണ്. അതായത്, ഇവിടെ ഞങ്ങൾ കുറേ യജമാനന്മാർ ഇരിക്കുന്നു, ഞങ്ങൾ ഈ സർക്കാരിനെ നയിക്കുന്ന യജമാനന്മാർ. ഇത് ഞങ്ങളുടെ അധികാരത്തിൻ്റെ ദണ്ഡാണ്. ഈ ദണ്ഡിന് ധാരാളം അർത്ഥങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ അധികാര ദണ്ഡിൻ്റെ കീഴിലായിരിക്കണം ഇന്ത്യയിലെ ജനങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കും എന്ന് പറയുന്ന ഒരു ഇതാണ്. വാസ്തവത്തിൽ ഇന്ന് ശ്രീമതി രാഷ്ട്രപതിയുടെ മുമ്പിൽ ഒരു ഭരണഘടനയുടെ കോപ്പിയുമായിട്ട് ഒരാൾ നടന്നു വന്നിരുന്നെങ്കിൽ അത് എത്ര അർത്ഥവത്തായിരുന്നേനെയും. നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷം അമൃത മഹോത്സവം എന്ന വലിയ സർക്കാർ ആഘോഷിക്കുമ്പോൾ ഒരു ഭരണഘടനയുടെ ഒരു പ്രതിയുമായി, കോപ്പിയുമായി
ആ വ്യക്തി നടന്നു വന്നിരുന്നെങ്കിൽ ഈ ദണ്ടിന് പകരം അതായിരുന്നുവെങ്കിൽ എത്രയോ അർത്ഥവത്താകുമായിരുന്നു. പിന്നീട് പള്ളിയുടെ കാര്യം പറയുന്നു, റാം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, ജയ് ശ്രീയും പറയുന്നു. അതിലൊന്നും ഞാൻ അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം കാണുന്നില്ല. കാരണം അത് ഇന്ന് ഏറ്റവും ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമായിട്ട് കാണുന്നത് രാമജന്മഭൂമി നിർമ്മാണമാണ്. അതാണ് ഒരു സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയെങ്കിൽ, അതാണ് ഞങ്ങൾ ആഗ്രഹിച്ച ഏറ്റവും വലിയ നേട്ടമെങ്കിൽ അത് നടന്നിരിക്കുന്നു. അവരതിൽ സന്തോഷിക്കട്ടെ. പിന്നെ ഇത് രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കുഴയ്ക്കുക, മതവും രാഷ്ട്രീയവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് വരുത്തുക, പിന്നെ ദൈവഭാവം അണിയുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് ഞാനാണ് ഇനി ദൈവമാണ്, അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിൻ്റെ മുഴുവൻ ആചാര്യൻ വിശ്വഗുരുവാണ് എന്നൊക്കെ ഭാവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരു രാഷ്ട്രീയ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമാണ് ഈ മുദ്രാവാക്യം വിളികൾ. ജയ് ശ്രീമ എന്ന് വിളിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവർ താങ്കൾ ഈ പറഞ്ഞ കാര്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, താങ്കൾ ഈ പറഞ്ഞ കാര്യം ഖാർഗെയും പറഞ്ഞതാണ്, ദൈവമാകാൻ ശ്രമിക്കുന്നു മോദി എന്നുള്ള കാര്യം. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിന് ഈ വിഷയത്തിൽ വ്യത്യസ്തമായൊരു സമീപനമുണ്ടോ? ഇതിൽ ആര് മുന്നേറുന്നു എന്നതിലാണോ കോൺഗ്രസിന് പ്രശ്നം എന്നുള്ളതാണ് സംശയം. കാരണം പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മറ്റൊരു ക്ഷേത്രത്തിൽ, അസമിലെ ക്ഷേത്രത്തിൽ പോകാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതാണ് ഇന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം, കാവിക്കൊടിയെയും ചുവന്ന കൊടിയെയും ഒരേ രൂപത്തിൽ വിമർശിക്കുക, അല്ലെങ്കിൽ ഒരേ രൂപത്തിൽ കാണുന്നു എന്നുള്ളതാണ് കോൺഗ്രസിനെതിരെയുള്ള പ്രധാനപ്പെട്ട വിമർശനം. ഇന്നിപ്പോൾ താങ്കൾ പ്രതികരിക്കുമ്പോഴും രണ്ട് സർക്കാരുകളും ഒരുപോലെ എന്ന മട്ടിലാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെയാണ് ഇടത് സർക്കാരിന്റെ വിമർശനം വരുന്നത്. അല്ല സ്മൃതി, ഞാൻ ഖാർഗെയുടെ വാക്കുകൾ കേട്ടില്ല കേട്ടോ. ഞാൻ ഖാർഗെയുടെ വാക്കുകൾ ആവർത്തിച്ചു എന്ന് ദയവ് ചെയ്ത് പറയുന്നത്. ഞാൻ എൻ്റെ ഇല്ലില്ല, അത് കുഴപ്പമുണ്ട്. കാരണം ഞാൻ അല്ലല്ല ഖാർഗെയുടെ വാക്കുകൾ ഞാൻ സത്യമായിട്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായം ആയിക്കോട്ടെ. ഞാൻ ഈ എല്ലാ ദിവസവും ഇങ്ങനെ മുഴുവൻ ഈ ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഖാർഗെയുടെ പ്രസ്താവന ഞാൻ കേട്ടില്ല. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങൾ കേട്ടു, രാഷ്ട്രപതി സംസാരിച്ചത് കേട്ടു, ഖാർഗെയുടെ കേട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ആവർത്തിച്ചതല്ല. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും അതായിരിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഞാൻ പറയാൻ ആളല്ല. ഞാൻ കോൺഗ്രസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിൻ്റെ 3-4 രൂപ കൊടുത്തെടുക്കുന്ന ഒരു മെമ്പർഷിപ്പ് പോലുള്ള ഒരാളല്ല. പിന്നെ എനിക്കതിന് അഭിപ്രായം പറയാം. അവരുടെ അഭിപ്രായമായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം പറയാം. കോൺഗ്രസ് പോലൊരു പാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നെ നമുക്കറിയാം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഏതാണ്. അവരുടെ ക്ഷേത്രത്തിൽ പോകുന്നതിന് എന്താണ് തകരാറ്? നിങ്ങൾ രാഹുൽ ഗാന്ധി പിന്നെ അസമിലൊരു ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറായതിൽ എന്താണ് പ്രശ്നം? പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. എന്തിനാണ് രാഹുൽ ഗാന്ധി ആ ക്ഷേത്രത്തിൽ പോകുന്നതിനെ തടയുന്നത്? ആർക്കാണ് ഒരു ക്ഷേത്രത്തിൽ പോകാൻ അവകാശമില്ലാത്തത്? കേരളം ഒഴിച്ച് ഇപ്പം പഴനിയിൽ അങ്ങനെ വന്നു എന്ന് കേട്ടു, അഹിന്ദുക്കൾ കടക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ പോകുന്നതിൽ അത് വേറൊരു വിഷയമാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. അതേ ദിവസം, ആ പ്രാണപ്രതിഷ്ഠാ ദിവസം മറ്റൊരു ക്ഷേത്രത്തിൽ പോകേണ്ടതുണ്ട് എന്ന തോന്നൽ കോൺഗ്രസ് വരുന്നിടത്താണ് എവിടെയാണ് വ്യത്യാസം എന്ന ചോദ്യം വരുന്നത്. അതാണ് നിങ്ങൾ കോൺഗ്രസിനെ അവിടെയും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. ആ ദിവസം അദ്ദേഹം ആ സ്ഥലത്തൂടെ കടന്നു പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നു. ഒരു അസമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക രംഗത്തും ആധ്യാത്മിക രംഗത്തും വലിയ സംഭാവന ചെയ്തൊരു മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണത്. അവിടെ പോകുന്നതിന് എന്താ തകരാറ്? ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഞാനൊരു പ്രാക്ടീസിങ് ക്രിസ്ത്യനാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. പക്ഷേ ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ പള്ളിയിൽ പോകുന്നതിന് എന്താ തകരാറ്? ഞാൻ കുർബാന കൈക്കൊള്ളുന്നതിന് എന്താണ് തകരാറ്? പക്ഷേ അതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നിടത്താണ്, ക്രൈസ്തവ രാഷ്ട്രീയമാണ് എൻ്റേത് എന്ന് പറയുന്നിടത്താണ് ഞാൻ വ്യത്യസ്തനാവുന്നത്, അല്ലെങ്കിൽ ഞാൻ ശരിയല്ലാതാവുന്നത്. ഇന്ത്യയിലെ ഏതൊരു ഹൈന്ദവനും അതാണ്. ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് പോകുന്നതിന് എന്താ തകരാറ്? അവിടെ ശ്രീരാമക്ഷേത്രമുണ്ടായി. ആ ക്ഷേത്രത്തെ ഞാനൊരു ഹിന്ദു ക്ഷേത്രമായിട്ട് കാണുന്നില്ല ശ്രീ. അത് RSSൻ്റെയും BJPയുടെയും ക്ഷേത്രമാണ്. അതുകൊണ്ടാണല്ലോ ശ്രീ മോദിജി അവിടെ പ്രധാന ആചാര്യനായി അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രധാന ആളായിട്ട് മാറുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ കോൺഗ്രസ് വരെ ക്ഷേത്രത്തിൽ പോകരുത്, കോൺഗ്രസ് നേതാക്കൾ ക്ഷേത്രത്തിൽ പോകരുത്. ഞങ്ങളാണ് ഇനി പിന്നെ എന്താണ് മതനിരപേക്ഷതയുടെ പിന്നെ ഇത്. ഇപ്പം ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഇന്നലെ എന്താണ് ഇവിടെ തീർന്ന CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി എന്തുവാ തീരുമാനിച്ചത്? ബംഗാളിലും കേരളം ഒഴികെ എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ CPM ഉണ്ടോ അവിടെയൊക്കെ കോൺഗ്രസുമായിട്ട് സഹകരിക്കാനാണ്. ബംഗാളിൽ പോലും പല സീറ്റുകളിലും അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും. ഇവിടെ 20 സീറ്റുകൾ ഉണ്ടാവില്ല. പക്ഷേ അവിടെ ബംഗാളിൽ പല സീറ്റുകളിൽ അവർ ഒന്നിച്ച് നിൽക്കാൻ പോവാ. അവിടുത്തെ ജോഡോ യാത്രയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുത്തത് CPM ആണ്. അതൊന്നും മനസ്സിലാക്കാതെ തിരുവനന്തപുരത്തെ ഈ ഇട്ടാവട്ടത്തിലിരുന്നു കൊണ്ട്
കോൺഗ്രസിനെ കുറേ ചീത്ത പറയുന്നത് കൊണ്ട് മതനിരപേക്ഷ സംരക്ഷിക്കാൻ പറ്റത്തില്ല, BJPയെ ചെറുക്കാനും പറ്റില്ല. ആ രാഷ്ട്രീയം CPM മനസ്സിലാക്കട്ടെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.